നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. ആനുവും എബ്രഹാമും രാവിലെ തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് ആൽഫിക്ക് നിയക്കും വേണ്ടി. ആ വലിയ വീട്ടിലെ ഹാളിൽ പുറത്തേക്ക് നോക്കി ഇരുവരും അങ്ങനെ അക്ഷമരായിരിക്കുമ്പോഴാണ് മുറ്റത്ത് രണ്ട് കാറുകൾ വന്നു നിന്നത്. കാർത്തു കാർത്തു തനിക്കരികിൽ ഇരുന്ന് തൻ്റെ കയ്യിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന പെണ്ണിനെ തട്ടി വിളിച്ചിരിയോ. എന്തേട്ടാ, എന്തെങ്കിലും പറ്റിയോ? അവന്റെ വിളി കേട്ട് ഞെട്ടിയുണെന്ന കാർത്തിക ആവലാതിയോടെ തിരക്കി. നീ എന്തിനാ പെണ്ണെ കരഞ്ഞത്? നിറഞ്ഞൊഴുകി അവളുടെ കണ്ണുകൾ കണ്ട് ലിയോൺ തിരക്കി. കരഞ്ഞെന്നോ? ഇല്ലല്ലോ. ഒന്നുമില്ലട്ടാ, ഞാനെന്താ ആലോചിച്ച് കിടന്നതാ. കാർത്തു വേഗം കണ്ണുകൾ തുടച്ചു മാറ്റി പറഞ്ഞു. കള്ളം പറയേണ്ട പെണ്ണെ, എന്റെ കയ്യിൽ നിന്റെ കണ്ണുനീരിന്റെ ചൂട് തട്ടിയപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചേ. ലിയോണിന്റെ ശബ്ദമൊന്ന് കടുത്തതും കാർത്തികയുടെ മുഖം തായിരുന്നു. ഇന്നെന്റെ ഏട്ടന്റെ ഓർമ്മ ദിവസം, ഞാനത് ഓർത്തപ്പോ അറിയാണ്ട്. അവൾ വിഷമത്തോടെ പറഞ്ഞു. ഇങ്ങ് വാടുത്ത്. അവൻ വിളിച്ചതും അവൾ സംശയത്തോടെ അവൻ നോക്കി. വാടി പെണ്ണെ. ചെറു ചിരിയാൽ അവൻ വീണ്ടും വിളിക്കവേ കാർത്തു ബെഡിലിരുന്ന് അവനടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിച്ചെന്നു. പറ, എന്നോട് പറ, ഉള്ളിൽ എന്താണെങ്കിലും. വലം കൈ കൊണ്ട് കാർത്തികയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അച്ഛൻ സ്കൂട്ടർ അപകടത്തിൽ മരിക്കുമ്പോൾ ഏട്ടൻ ഡിഗ്രിക്ക് പഠിക്കായിരുന്നു. പിന്നെ അമ്മയെയും സഹോദരിമാരെയും ചുമതല ഏട്ടൻ ഏറ്റെടുത്തു. അങ്ങനെ പാർട്ട് ടൈം ജോലിക്ക് പോയ ഏട്ടൻ പഠിച്ചതും പിന്നെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതൊക്കെ. പഠിത്തം കഴിഞ്ഞതും മുംബൈയിലൊരു വലിയ കമ്പനിയിൽ ജോലിക്ക് കയറിയ ഏട്ടൻ. നല്ല ശമ്പളവും പിന്നെ അവിടെ നല്ല രണ്ട് കൂട്ടുകാരൊക്കെ കിട്ടിയെന്നും പറഞ്ഞ് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴാ പണ്ട് അച്ഛൻ വീടിൻ്റെ ആധാരം വെച്ചെടുത്ത ലോണ് പലിശ അടക്ക വലിയ തുകയായി വന്നേ. വീട് ജപ്തിയുടെ വക്കീലെത്തി. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, ഏട്ടൻ പൈസ ഒപ്പിച്ചു. പിന്നെ ഏട്ടൻ ജോലി ഉപയോഗിച്ച് നാട്ടിലേക്ക് വന്നു. പക്ഷേ കൂടെ കൊണ്ടുവന്ന പൈസ ഏട്ടൻ എടുത്തില്ല. ആൾ ഒരുപാട് മാറിയ പോലെ, എപ്പോഴും സങ്കടമായിരുന്നു. എന്തോ വലിയ തെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അമ്മയെ പിടിച്ച് കരഞ്ഞു. ഞാൻ അമ്മയ്ക്ക് ഒരുപാട് മാറി മാറി ചോദിച്ചിട്ടും ഏട്ടൻ എന്താ പറ്റിയെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം എല്ലാം ശരിയാക്കണം, ആരെയോ കാണണം, എല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞ് ആ പണവുമായി മുംബൈക്ക് പോയതാ. പിന്നെ ഞങ്ങൾ അറിഞ്ഞ് അവിടെ ഒരു ലോഡ്ജിൽ വെച്ച് എൻ്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്തു എന്നാ. പറഞ്ഞു കഴിഞ്ഞതും തൊണ്ടയിടറി പൊട്ടിക്കരഞ്ഞു കാർത്തിക. അവൾ പറഞ്ഞത് കേട്ട ലിയോണിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. എൻ്റെ ഏട്ടൻ എന്തിനാ അത് ചെയ്തെന്ന് അറിയില്ല. ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് ഏട്ടൻ ആ കടുങ്ങ ചെയ്യുന്നത് ഞങ്ങൾ ഓർത്തില്ലേട്ടാ. കാർത്തിക വാവിട്ട് കരഞ്ഞു. ലിയോൺ വേഗം അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. ചായനൊരിടം കിട്ടിയ പോലെ അവനെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ കാർത്തിക. ഈ ചെറിയ പ്രായം കൊണ്ട് അവൾ അനുഭവിച്ചതൊക്കെ ഓർത്ത് ലിയോണിന് പാവം തോന്നി അവളോട്. അവൻ തന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടേയിരുന്നു. അനുവും എബ്രഹാമും രാവിലെ തൊട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് ആൽഫിക്ക് നിയക്കും വേണ്ടി. രാവിലെ മുതൽ അടുക്കളയിൽ കയറി അറിയാവുന്നതുപോലെയൊക്കെ കുറേയേറെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചു. ജെസിക്ക് ഇവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് സംശയമുണ്ടെങ്കിലും എന്താണ് സംഭവം എന്നറിയില്ല. എങ്കിലും രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷം കണ്ട് ആൽഫി ചിലപ്പോൾ തിരികെ വരുന്നതാവെന്ന് അവർ ഊഹിച്ചു. എൻ്റെ കർത്താവേ, ഇനി ചേക്കനെങ്ങാനും എന്നെയും മോളെ ഇവിടുന്ന് അടിച്ചിറക്കുവാവോ? ജെസി പേടിയോടെ മനസ്സിലോർത്തു. ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ മോളെ? ചെയ്തപ്പേ 11:30 ലാൻഡ് ചെയ്തതാ. പക്ഷെ എന്താണോ ലേറ്റ് ആവുന്നേ? എബ്രഹാം ചോദിച്ചത് മനു വിഷമത്തോടെ പറഞ്ഞു. ആ വലിയ വീട്ടിലെ ഹാളിൽ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് അവരിരുവരും. അങ്ങനെ അക്ഷമരായി ഇരിക്കുമ്പോഴാണ് മുറ്റത്തെ ഗേറ്റിന് മുന്നിൽ രണ്ട് കാറുകൾ വന്നു നിന്നത്. അത് കാണെ അനുവും എബ്രഹാമും പരസ്പരം നോക്കി. ഇരുവരുടെയും കണ്ണുകളും മുഖവും അങ്ങു വിടർന്നിരുന്നു. എയർപോർട്ടിൽ നിന്നും രണ്ട് കാറുകളിലാണ് അവർ എത്തിയത്. ഒന്ന് ശിവി ഓടിച്ചു. അതിന്റെ കോർണർ സീറ്റിൽ വിനുവായിരുന്നു. അവർക്ക് പിറകിലത്തെ സീറ്റിൽ ആൽഫിയും നീയയും. മുൻപിലിരിക്കുന്ന വിനുവിന്റെ മടിയിൽ കിടന്ന ഉറക്കമാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. മറ്റേ കാറിൽ ലേഡി കമ്പനിയുടെ രണ്ട് ഡ്രൈവർമാരും അവർ കൊണ്ടുവന്ന ലഗേജുകളുമായിരുന്നു. ഗേറ്റ് കടന്ന് കാറ് കുരിശുമുറ്റം വീടിനകത്തേക്ക് കയറിയതും അത്ര നേരം സമാധാനമായിരുന്ന നീയയുടെ നെഞ്ചി പിടിക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളം വേദനയോടെ വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചു. അന്ന് തന്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് ഈ വീട്ടിൽ വന്നതും ഈ ചായനൊരു നോക്ക് കാണാൻ പോലും ആവാതെ കുറ്റക്കാരിയായി തലകുണിച്ച് ഈ വീടിന്റെ പടിയിറങ്ങി എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയതുമില്ല. കുത്തിക്കൊള്ളുന്ന വേദനയായി അവളിലേക്ക് ഓടി വന്നു. തൽഫലമെന്നോണം നീയയുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. പിടയ്ക്കുന്ന തന്റെ നെഞ്ചിലേക്ക് കൈകൾ വെച്ച് അവൾ കണ്ണുകൾ മുറുകെ അടിച്ചു. മുറ്റത്തായി കാറ് നിന്നതും നീയക്കടുത്തിരിക്കുന്ന ആൽഫി പെട്ടെന്ന് അവളെ നോക്കി.
കണ്ണുകൾ മുറുകിയടച്ച് നെഞ്ചിൽ കൈവച്ച് കുനിഞ്ഞിരുന്ന് വിറക്കുന്ന പെണ്ണിനെ കണ്ടതും അവനും മനസ്സിലായി നീയുടെ ഉള്ളിൽ കൂടെ എന്താണെന്ന്. ഇവ അവളുടെ തോളിൽ കൈവച്ചവൻ വിളിച്ചതും ഞെട്ടിപ്പിടഞ്ഞ് അവൾ അവനെ നോക്കി. അന്നേരം നിറഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് നീയുടെ മുഖത്ത് തൊട്ട് താഴേക്ക് പതിച്ചു. ചുവന്ന് കലങ്ങി അവളുടെ കണ്ണുകൾക്കാണ് അവന് മനസ്സിലായി വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് ഈ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടിയ വേദനയാണ് അവളിൽ ഈ കാണുന്നതെന്ന്. ഏയ് പെണ്ണെ, എന്താടാ ഇത്? ഞാനില്ലേ നിന്റെ കൂടെ? അടുത്ത നിമിഷം അവളെ വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് പറഞ്ഞു ആൽഫി. പ്രിയപ്പെട്ടവന്റെ നെഞ്ചിലെ ചൂടിൽ അവന്റെ സംരക്ഷണ വലയത്തിൽ കിടന്നത് നീയുടെ കിതക്കുന്ന ഹൃദയത്തിന് ഒരു ആശ്വാസം തോന്നി. അവളെ നോക്കിയാന്ന് തോന്നിയതും ആൽഫി ഡോറ് തുറന്ന് വെളിയിലിറങ്ങി. കാറിൽ നിന്നിറങ്ങുന്ന ആൽഫിയെ കാണെ എബ്രഹാം ചിരിയോടെ കുറച്ചുകൂടെ മുൻപിലേക്ക് നീങ്ങിച്ചെന്നു. അനുവിന്റെ നെഞ്ചും വല്ലാതെ പിടക്കുകയായിരുന്നു. വർഷങ്ങളായുള്ള തന്റെ കാത്തിരിപ്പാണ്. അവൾ ആ കാറിലേക്ക് പ്രതീക്ഷയോടെ തന്നെ നോക്കി നിന്നു. ആൽഫി, നിയമോള്? എബ്രഹാം ചോദിച്ചതും ആൽഫി പതിയെ തിരിഞ്ഞു നോക്കി. അപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരിപ്പാണ് നീയ. വാ. ചിരിയോട് അവൾക്ക് നേരെ കൈ നീട്ടിയതും നീ അവന്റെ കയ്യിൽ പതിയെ പിടിച്ചു. ആൽഫിയുടെ കരങ്ങളെ മുറുകെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഒരു ഗ്രീൻ ലൈറ്റ് കളർ കോട്ടൺ സാരി എടുത്ത് ആൽഫിയുടെ നെഞ്ചോടം ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. 3 വർഷങ്ങൾ കൊണ്ട് അവളിൽ ഒരുപാട് മാറ്റം വന്നതുപോലെ തോന്നി അനുവിന്. മോളെ, നീയ? ഇടർന്ന ശബ്ദത്തോടെ എബ്രഹാം വിളിച്ചതും കുനിഞ്ഞു നിന്ന നീയ മുഖമുയർത്തി അയാളെ നോക്കി. പൊറുക്കണേ മോളെ, തെറ്റിദ്ധരിച്ചു പോയി. അന്ന് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ നിന്റെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ നിശബ്ദനായി പോയി ഞാൻ. ക്ഷമിക്കണം ഈ പപ്പയോട്. കണ്ണു നിറച്ചുകൊണ്ട് എബ്രഹാം അവളോട് മാപ്പ് പറഞ്ഞു. ഏയ്, ഇച്ചാന്റെ പപ്പനോട് മാപ്പൊന്നും പറയണ്ട. ഒന്നും അറിയാതെ പാപ്പ പ്രവർത്തിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചവർ പോലും എന്നെ തള്ളി പറഞ്ഞു. അപ്പോ അതിനു മുന്നേ പപ്പ ചെയ്തതൊന്നും ഒന്നുമല്ല. അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീയ പറഞ്ഞു. എന്നാൽ അവളുടെ ആ വാക്കുകൾ നെയ്ത് അമ്പ് കൊണ്ട് മുറിഞ്ഞ് രക്തം പൊടിഞ്ഞത് അനുവിനിലായി. നീയേ? ഇടർന്ന കാലുകളോടെ നീയേക്കും ആൽഫിക്കും മുന്നിലേക്ക് വേച്ച് നടന്നു ചെന്ന് അനുകൂലിച്ചു. പൊറുക്കാൻ കഴിയാത്ത തെറ്റാ ഞാൻ നിന്നോട് ചെയ്തെന്ന് അറിയാം. കൂടപ്പിറപ്പിനെ പോലെ എന്നെ സ്നേഹിച്ച നിന്നെ ഒറ്റ നിമിഷത്തിൽ തോന്നിയ തെറ്റിദ്ധാരണയിൽ ഞാൻ ചതിച്ചു. മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തെന്നും അറിയാം. ചെയ്തു പോയ പാപത്തിന്റെ ശിക്ഷ സ്നേഹിക്കുന്നവരുടെ അവഗണനയും വെറുപ്പുമായി കിട്ടി എനിക്ക്. ഇനി നിന്നിന്ന് എന്ത് ശിക്ഷ നീ തന്നാലും അത് ഞാൻ ഏറ്റുവാങ്ങും. മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും ഇല്ലെന്ന് അറിയാം. എന്നാലും ചോദിക്കാം. മാപ്പ് മോളെ. ചെയ്തതിന് പകരമായി എന്തും ചെയ്യാൻ നിനക്കെന്നെ. കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീയുടെ കാൽക്കലേക്ക് വീണു. നീയെ പെട്ടെന്ന് പുറകോട്ട് വേച്ച് മാറി. അപ്പോഴും മനുവിന്റെ മുഖത്ത് നോക്കാൻ അവൾക്കായില്ല. ഒന്നും പറയാതെ നീ ആ നിൽപ്പ് തന്നെ നിന്നു. ആ കാഴ്ച കാണാൻ ആൽഫിയുടെയും എബ്രഹാമിന്റെയും ശിവയുടെയൊക്കെ നെഞ്ചിന്ന് പൊള്ളി. ശിവയുടെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകി. പ്രാണനായി കണ്ടവളുടെ കണ്ണുനീര് അവന്റെ ഉള്ളം പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. നീയാ? കണ്ണുനീരിനെ കൂട്ടുപിടിച്ച് മുട്ടുകുത്തിയിരുന്ന് ആനു വീണു വിളിച്ചതും നിറഞ്ഞൊഴുകിയ തന്റെ കണ്ണുകളൊന്ന് അമർത്തി തുളിച്ചു. നീയ എന്നെ മാത്രം നീ അന്ന് വേദനിപ്പിച്ചതെങ്കിൽ ഞാൻ പുറത്തേനെ. പക്ഷേ കണ്ണാടിച്ചില്ല് പൊട്ടിക്കും പോലെ അന്ന് നീ ഇല്ലാതാക്കിയത് എന്റെ മാത്രം ജീവിതം അല്ലല്ലോ അനു. കാറിലേക്ക് നോക്കിക്കൊണ്ടിട്ടിരുന്ന ശബ്ദത്തിൽ നീയ പറഞ്ഞതും ആന അവൾക്ക് മുന്നിലേക്ക് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ വിനുവിന്റെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് ഉറക്കം വിട്ട് എഴുന്നേറ്റിരുന്നു. ആൽഫി നീയിൽ നിന്നും അകന്നു മാറി കാറിലേക്ക് നടന്നു. അനുവും എബ്രഹാമും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. ആൽഫി ചെന്ന് വിനു ഇരിക്കുന്ന വശത്തെ കാറിന്റെ ഡോറ് തുറന്നതും അപ്പേ എലിക്കൊഞ്ചൽ പോലുള്ള വിളി അവനെ തേടിയെത്തി. ആൽഫിയുടെ ചെഞ്ചുണ്ടൊന്ന് വിടർന്നു. അവനിരു കൈയും നീട്ടിയതും ഉറക്കച്ചടവിൽ കുഞ്ഞി കൈകൾ കൊണ്ട് കണ്ണു തിരുമ്മിക്കൊണ്ടിരുന്ന കുറുമ്പി ചാടി എണീറ്റ് അവളുടെ അപ്പന്റെ കയ്യിലേക്ക് ചെന്നു. ആൽഫി കുഞ്ഞിനെ എടുത്ത് പിടിച്ച് തിരിഞ്ഞതും അനുവും എബ്രഹാമും ഞെട്ടിത്തരിച്ചു നിന്നു. കുഞ്ഞിനെ കണ്ട എബ്രഹാം നെഞ്ചിൽ കൈവച്ച് പോയി. ആ കുഞ്ഞുമുഖം അതല്ലേ അന്നൊരിക്കൽ തന്റെ സ്വപ്നത്തിൽ അവ്യക്തമായി വന്ന് അയാൾ അമ്പരപ്പോടെ ഓർത്തു. അനുവിന്റെ കണ്ണുകളും ആൽഫിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൽ തന്നെ. ചെമ്പൻ മുടികളും നീലമിഴികളും ഒക്കെയായി തന്റെ ചേട്ടായിയെ പതിച്ചു വെച്ചിരിക്കുന്ന പോലൊരു ഓമനമുണ്ട്. ചിരിക്കുമ്പോൾ അവളുടെ കവളിൽ തെളിയുന്ന നുണക്കുഴികൾ. നീയ അവ കണ്ടതും അനുവിന് നീയയുടെ നുണക്കുഴികളാണ് ഓർമ്മ വന്നത്. അതെ, ആ ചിരി, കുഞ്ഞിന്റെ ആ ചിരി നീയുടേതാണ്. അപ്പോ ഈ കുഞ്ഞ് മുന്നിൽ കാണുന്ന കാഴ്ചയെ വിശ്വസിക്കാനാതെ ബാക്കി സ്വയം പൂരിപ്പിച്ചു പോകും. നിരകണ്ണുകളോട് അനു കാറിലിരിക്കുന്ന ശിവയെ നോക്കി. അവളുടെ നോട്ടം താങ്ങാനാവാതെ ശിവയുടെ തലതായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യം നേരത്തെ അവളോട് പറയാമായിരുന്നെന്ന് ശിവക്കപ്പ് തോന്നി. കുഞ്ഞിനെയും കൊണ്ട് ആൽഫി നീയക്കടുത്തേക്ക് വന്നു നിന്ന് അവളെ ചേർത്ത് പിടിച്ചു.
മോനെ മോനെ ആൽഫി. എബ്രഹാം റയിലോട് അവനെ വിളിച്ചു. ഒരുപാട് സംശയമൊന്നും ഇനി വെക്കണ്ട പപ്പ, ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇത് എൻ്റെ കുഞ്ഞാണ്. ഇവയിൽ എനിക്ക് ജനിച്ച ഞങ്ങളുടെ മോള്. എബ്രഹാമിനെ നോക്കി ചെറു ചിരിയോട് അവൻ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ഞെട്ടലോടെ ആ കുരുന്നിലേക്ക് നോക്കി. ആൽഫിയുടെ തോളിൽ കൂടി കൈയിട്ട് അവനെ നെഞ്ചിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് അയാളെ ചിരിച്ച് കാണിച്ചതും കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയി എബ്രഹാമിൻ്റെ.